ICCയുടെ വനിതാ ഏകദിന റാങ്കിങ്ങിലെ പുതിയ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ 2 ഇന്ത്യൻ താരങ്ങൾ ആധിപത്യത്തിൽ ഇടം നിലനിർത്തിയിട്ടുണ്ട്. വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം സ്മൃതി മന്ദാന 1ാം സ്ഥാനത്ത് തുടരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 7ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 12ാം സ്ഥാനത്തുള്ള ജെമിമ റോഡ്രിഗസാണ് റാങ്കിങ്ങിൽ നിൽക്കുന്ന മറ്റൊരു ഇന്ത്യൻ താരം. 2020 ക്രിക്കറ്റിലെ മികച്ച താരത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ താരമായ AB ഡിവിലിയേഴ്സ്. വിരാട് കോഹ്ലി, ക്രിസ് ഗെയിൽ തുടങ്ങി ലോക ക്രിക്കറ്റിലെ പ്രമുഖ താരങ്ങളെ ഒഴിവാക്കി 2020 ക്രിക്കറ്റിൽ എക്കാലത്തെ മികച്ച താരം ജസ്പ്രീത് ബുംറയാണെന്നാണ് ABD പറയുന്നത്. പന്ത് കയ്യിൽ കിട്ടിയാൽ ബുംറ ഏറെ അപകടകാരിയാണ്. പുതിയ പന്തായാലും പഴയ പന്തായാലും അത് ബുംറയുടെ കയ്യിൽ കിട്ടിയാൽ അപകടം വിതയ്ക്കും. താൻ കണ്ടിട്ടുള്ള താരങ്ങളിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന കളിക്കാരനാണ് ബുംറയെന്നും ABD പറയുന്നു. ഇന്ത്യ കിരീടം നേടിയ കഴിഞ്ഞ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ബൗളിങ്ങിൽ മികച്ച പ്രകടനമായിരുന്നു ബുംറ നടത്തിയിരുന്നത്. ഫൈനലിൽ താരമായി മാറിയ ബുംറ ലോക കിരീടം നേടുന്നതിൽ ഇന്ത്യൻ ടീമിൽ നിർണായക പങ്കാണ് വഹിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസണിൻ്റെ തുടക്കത്തിൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരങ്ങളായ പാറ്റ് കമ്മിൻസിനും ജോസ് ഹസൽവുഡിനും എന്നീ താരങ്ങൾക്ക് ആദ്യ മത്സരങ്ങൾ നഷ്ടമാകും. പരിക്ക് ഭേദമാകാത്തതിനെ തുടർന്നാണ് ഇരു താരങ്ങൾക്കും IPLലെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകുന്നത്. പാറ്റ് കമ്മിൻസിൻ്റെ അഭാവം SRHന് തിരിച്ചടിയാകുമ്പോൾ ജോസ് ഹസൽവുഡിൻ്റെ അഭാവം നിലവിലെ ചാമ്പ്യന്മാരായ RCBക്ക് ആശങ്ക തന്നെയാണ്. IPL പുതിയ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ RCBയും SRHും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസണിന് തുടക്കമാകുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മലയാളി താരമായ സഞ്ജു സാംസന്റെ ടീമിലെ സാന്നിധ്യം എടുത്തു പറഞ്ഞു ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ താരമായ AB ഡിവിലിയേഴ്സ്. രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു സാംസൺ CSKയിൽ എത്തിയതോടെ ഋതുരാജിനും സഞ്ജുവിനും CSK ടീമിനെ മുന്നോട്ട് നയിക്കാൻ യോഗ്യരായ കളിക്കാരാണെന്നാണ് ABD പറയുന്നത്. സഞ്ജു സാംസൺ കൂടി ടീമിൽ എത്തിയതോടെ MS ധോണിയുടെ പൊസിഷൻ ടീമിൽ എവിടെയായിരിക്കുമെന്നും ABD ചോദിക്കുന്നു. കഴിഞ്ഞ 2 സീസണുകളായി ധോണി CSKയ്ക്ക് വേണ്ടി 8ാം നമ്പറിലോ 9ാം നമ്പറിലോ ആണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. ഋതുരാജിനോടൊപ്പം സഞ്ജു സാംസൺ പ്ലെയിൻ 11-ൽ എത്തിയാൽ ബാറ്റിംഗ് ഓർഡറിൽ ധോണിക്ക് ടീമിൽ പ്രശസ്തിയില്ല എന്നും ABD പറയുന്നു. 2020 ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിൻ്റെ പിന്നാലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡ് പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ 2ാം 2020 മത്സരത്തിൽ വമ്പൻ വിജയത്തോടെ കിവികൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. 68 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ ന്യൂസിലാൻഡ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടി. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പോർട്ടിസ് പടയെ 15ാം ഓവറിൽ 107 റൺസിന് കിവീസ് പുറത്താക്കി. സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ 5 താരങ്ങളാണ് 2 അക്കം കാണാതെ പുറത്തായത്. കിവീസിന് വേണ്ടി 60 റൺസ് നേടിയ ഡെവൻ കോംബെ ബാറ്റിങ്ങിൽ തിളങ്ങിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ 33 റൺസ് നേടിയ ജോർജ് ലെൻഡിയാണ് ടോപ്പ് സ്കോറർ ബാറ്റർ. 5 മത്സരങ്ങളടങ്ങുന്ന 2020 പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ച് ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്.